ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗീപാസിൻ്റെ ഒരു 48 ലിറ്റേഴ്സിൻ്റെ ഒരു OTG ഓവനാണ് നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓവൻ നമ്മൾ മേടിച്ചത് വെറും 19 ദിറംസ് മാത്രം കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു 19 ദിറംസ് മാത്രം കൊടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഓവൻ മേടിച്ചതെന്ന് നമ്മൾ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓവൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. റോട്ടിസറി ഫങ്ഷൻ, കൺവെക്ഷൻ ഫങ്ഷൻ, അതുപോലെ ഇതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് എന്താ പറയുക, കപ്പാസിറ്റി 48 ലിറ്റേഴ്സ്, പിന്നെ 2000 വാട്ട്സ് ആണ്, പിന്നെ ഫുൾ ഫങ്ഷനാണ്. റോട്ടിസറി കൺവെക്ഷൻ, ഇൻസൈഡ് ലാമ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 100 ഡിഗ്രി തൊട്ട് 250 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഉള്ളത്. പിന്നെ ഇതിൽ ടൈമിംഗ് കൊടുത്തിട്ടുള്ളത് 60 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ 60 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ഓഫാവുമ്പോൾ നമുക്കൊരു ബെൽ സൗണ്ടും കൂടെ കേൾക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ എന്താ പറയുക, OTG ഓവൻ ഞാനിത് അൺബോക്സിങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓവൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ നമ്മുടെ ഓവൻ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഓവന് അധികം വെയിറ്റൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അത് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡ് എന്താ പറയുക, തെർമോക്കോളൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ നമ്മൾ ഓവൻ അങ്ങനെ പുറത്തെടുത്തു. ഇനിയുള്ളത് കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആക്സസറീസ് ആണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ഹാൻഡിലാണ്. ഇത് നമ്മൾ റോട്ടിസറി ചിക്കനൊക്കെ വെക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഹാൻഡിലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കുന്ന ആ ഒരു സീവറും അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലഗ്സും ആണ് കേട്ടോ. രണ്ട് പ്ലഗും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് റോട്ടിസറി ചിക്കനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഹാൻഡിലും അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ OTG ഓവനൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു അൺബോക്സിങ് വീഡിയോ അല്ലേ, അപ്പോൾ അതിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു വയർ റാക്ക് ഉണ്ട്. അപ്പോൾ അത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനും ബേക്ക് ചെയ്യുമ്പോൾ പാത്രം വയ്ക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വയർ റാക്ക് ഉണ്ട്. കൂടെ തന്നെ ഒരു ഹാൻഡിലും കൂടെ ഉണ്ട് കേട്ടോ. ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാനും നീക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾക്ക് ഒരു കുക്കി പാൻ ഉണ്ട്. ഇതിൽ നമുക്ക് ചിക്കനും ഗ്രില്ല് ചെയ്യാം, കുക്കീസൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ കാറ്റലോഗൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലൊരു കുറവെന്ന് പറയുകയാണെങ്കിൽ ഒരു ക്രംസ് റാക്കും കൂടെ, ഒരു ക്രംസ് ട്രേയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായി തന്നെ. നമുക്ക് വേസ്റ്റൊക്കെ താഴെ നമുക്ക് വീഴുന്നത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു ക്രംസ് ട്രേയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ നമ്മളുടെ ഓവൻ്റെ ആക്സസറീസൊക്കെ കണ്ടു. ഇനി നമുക്ക് ഓവൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇത്ര നേരം ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു ക്യൂട്ട് ലുക്കിംഗ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് 4 നോബാണ് കേട്ടോ. ആദ്യത്തെ നോബ് വരുന്നത് ഫാൻ മോഡ് സെറ്റ് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ നോബ് വരുന്നത് ടെമ്പറേച്ചർ ഡിഗ്രി സെറ്റ് ചെയ്യാനും. മൂന്നാമത്തേത് കോയിൽ, അപ്പ് ആൻഡ് ഡൗൺ കോയിൽ ഉണ്ട്. അപ്പോൾ അതിൽ ഏത് കോയിലാണ് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ടത്, രണ്ട് സൈഡും ആണെങ്കിൽ അങ്ങനെ. അവസാനമായിട്ട് വരുന്നത് ടൈം സെറ്റ് ചെയ്യുന്ന നോബാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു OTG ഓവനൊക്കെ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട്, അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങളും നമുക്ക് പുതിയതായിട്ട് തോന്നും. അപ്പോൾ ഇത് 4 സ്റ്റെപ്പായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒറ്റയടിക്ക് അങ്ങോട്ട് വലിച്ച് തുറക്കേണ്ട, പെട്ടെന്ന് തുറന്നു പോകുന്നില്ല കേട്ടോ. പിന്നെ സൈഡിൽ എന്താ പറയുക, ഫാനിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ റിവ്യൂ, ഞാൻ കുറേ ഇത് മേടിച്ചിട്ട് വന്നിട്ട് അന്ന് രാത്രി ഫുള്ള് ഞാൻ ഈ ഒരു OTG ഓവനെ കുറിച്ചുള്ള വീഡിയോസും റിവ്യൂസൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. വളരെ നല്ല അഭിപ്രായം. കൂടുതൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഫാൻ മോഡുള്ളത് മേടിക്കാനായിട്ടാണ്. അപ്പോൾ അതേ നമ്മൾക്ക് കിട്ടിയത്. ഞാനത് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മേടിച്ച് വന്നിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് നമ്മുടെ ഈ ഒരു ഓവനിൽ ഫാൻ മോഡ്
മോഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തായാലും നമ്മൾ ഈ ഒരു എന്താണ് ഓവൻ്റെ അകത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ്, ഓരോന്നും വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് നമ്മുടെ OTG ഓവൻ കിച്ചണിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ഇതൊക്കെ പ്ലഗ്സ് ഒക്കെ കുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓവൻ 19 ദിർഹംസ് കൊടുത്ത് മേടിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. നമ്മളിവിടെ പല തുള്ളി പെരുവെള്ളം മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മേടിച്ച ബില്ലാണ്. ഇലക്ട്രിക് ഓവൻ അത് കണ്ടില്ല, പ്രോഡക്റ്റ് ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രൈസ് വരുന്നത് 269, കണ്ണും കാണുന്നില്ല, 269 ദിർഹംസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2 ഇയേഴ്സ് വാറൻറ്റിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പേ ചെയ്തത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന 19 എന്ന് എഴുതിയിട്ടുള്ള അത്രയും 19 ദിർഹംസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് ഇനാം വൗച്ചറാണ് കേട്ടോ. അപ്പോൾ ഈ വൗച്ചർ എന്താണെന്ന് അറിയണ്ടേ, നമ്മൾ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴും നെസ്റ്റോന്നാണ് നമ്മളിത് പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ളത്. ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് പോയിന്റ്സ് കളക്ട് ആവും. അപ്പോൾ ആ ഒരു പോയിന്റ്സിൽ ചെറിയ രീതിയിലുള്ള പൈസ ആഡ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആഡായി വന്നിട്ട് 251, 260 എത്രയോ സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ക്യാഷ് നമുക്ക് ആയതിനു ശേഷമാണ് ഞാൻ ആ പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓവൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഓവൻ കിട്ടിയതല്ലേ എന്ന് വെച്ചിട്ട് അന്ന് തന്നെ നമ്മളൊരു ചെറിയ രീതിയിൽ എന്താ പറയുക, ഒരു വീറ്റ് കുക്കീസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഒരു സ്വീറ്റൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളൊരു വീറ്റ് കുക്കീസ് ഉണ്ടാക്കി. സംഭവം അടിപൊളിയായിട്ട് വന്നു. ചെറുതായിട്ടൊന്ന് അടിയിലൊന്നും ഡാർക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്രേ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അറ്റംപ്റ്റാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കുക്കീസൊക്കെ. അപ്പോൾ നമ്മളിത് കുക്കീസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചിക്കൻ, ഒരു റോട്ടിസറി ചിക്കൻ കൂടെ ഉണ്ടാക്കി നോക്കാനൊരു ആഗ്രഹം. അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെന്താ ഇതിലൊരു പാകപ്പിഴ പറ്റിയതെന്ന് വെച്ചാൽ, ഇത് കറക്റ്റായിട്ട് ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ. അവസാനമായപ്പോൾ കമ്പി മാത്രം കറങ്ങുന്നുണ്ടായിരുന്നു, ചിക്കൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കറക്റ്റായിട്ട് പ്ലഗ് ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ അടിയിൽ അലുമിനിയം ഫോയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു മൊത്തം ഓവൻ്റെ അകത്തും ഇതിൻ്റെ ഫുൾ ഓയിൽ വീഴും. അപ്പോൾ അത് കാരണം ഞാൻ അടിയിൽ ഒരു ചെറിയൊരു അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ കുക്കി പാൻ ഉണ്ടല്ലോ അതിൻ്റെ അളവിന് കട്ട് ചെയ്തിട്ട് അകത്ത് വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഓവനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ക്രംസ് ട്രേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് അലുമിനിയം ഫോയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്ത് റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കൻ ഗ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വയർ റാക്കിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തത്. ഒരു ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത്. കൂടെ കുറച്ച് പൊട്ടറ്റോസും കൂടെ ചേർത്താണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ അൺബോക്സിങ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്